ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് തന്നെ ആലുണ്ട്, മാവുണ്ട്. ആരെങ്കിലും ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊരു ക്ഷേത്ര പൂജയിൽ കലശം എന്നുള്ള കലശം എന്നാണ് കലകളെയൊക്കെ ക്ഷയിപ്പിക്കുകയാണ് ബിംബത്തിലേക്ക്. ഇസ്രായേലിൽ എല്ലാ കലകളെയും ശക്തി ബീജം കൊണ്ട് ആവാഹിച്ച് ബിംബത്തിലേക്ക് ക്ഷയിപ്പിച്ച് ആ ബിംബത്തിൽ നിന്ന് ശക്തിയെ പ്രവഹിപ്പിക്കുന്ന ഒരു ക്രിയയാണ് ഒരു കലശ പൂജ അല്ലെങ്കിൽ ഒരു പൂജാ തന്ത്രമൊക്കെ ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കലശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആരും മാവും മൂടി കെട്ടുന്ന ആത്മാവ്. ആലുമാവും ആത്മാവ് അല്ലേ? അപ്പോ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ തന്നെ ശരിക്കും ദ്വാരപാലകരെ പോലെയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചിട്ട് വേണം ആ കൈലാസനാഥന്റെ മുമ്പിൽ എത്താൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലേ? പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എന്തായാലും എല്ലാം നശിപ്പിച്ച് അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ അർത്ഥം നമുക്കറിയില്ല. അപ്പൊ നമ്മളത് ആ അർത്ഥം അറിയില്ല, എന്തിനാണത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രാധാന്യം കൊടുക്കേണ്ടി. എന്തിനാണ് മാവിൻ്റെ ഇല, എന്തിനാണ് ആലിൻ്റെ ഇല? ഇപ്പോ കലശപൂജയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ കലശപൂജ ശ്രദ്ധിക്കാനൊന്നും ആർക്കും നേരമില്ല. നടക്കുന്നുണ്ടെങ്കിൽ ആ നേരത്തെ അവിടെ നിന്ന് സംസാരിക്കാനേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, കലശപൂജ നടക്കുമ്പോൾ കലശത്തില് ആലിന്റെ കുമ്പിള്, മാവിന്റെ കുമ്പിള്, മാവും ആരും കൂടി കൂട്ടിക്കെട്ടിയത് എന്നിങ്ങനെ ഉണ്ടാവും. കാരണം നമ്മളിലെല്ലാം സ്ഥൂല ചൈതന്യം, സൂക്ഷ്മ ചൈതന്യം, ആത്മചൈതന്യം, ഇങ്ങനെ ഒരു 3 ചൈതന്യം നമ്മളിലെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ മനസ്സിലായില്ലേ? അപ്പൊ അതില് ആത്മചൈതന്യമാണ് ആരും മാവും കൂടി കെട്ടിയത്. മനസ്സിലായില്ലേ? സൂക്ഷ്മ ചൈതന്യമാണ് ആലിന്റെ കുമ്പിള്, സ്ഥൂല ചൈതന്യാണ് മാവിന്റെ കുമ്പിള്. മാവ് സ്ഥൂലമാണ്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ശരീരം. പണ്ടത്തെ ഒരു സമ്പ്രദായം ഇപ്പോഴും ഒക്കെ ഉണ്ട്, പക്ഷെ പൂർണ്ണമല്ലാന്നേ ഉള്ളൂ. ഏതൊരു മനുഷ്യൻ മരണപ്പെട്ടാലും മാവിലാണ് ജനിക്കുന്നത്. കാരണം എന്തിനാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്? കാരണം സ്ഥൂലമാണത്. സ്ഥൂല ചൈതന്യത്തെ അഗ്നിയാവുന്ന ഭൂതത്തിൽ, പഞ്ചഭൂതാത്മകമായ നമ്മളെ അഗ്നിയാവുന്ന ഭൂതത്തിൽ ലയിപ്പിക്കാൻ ആ സ്ഥൂലത്തിന്റെ പ്രതീകമായിട്ടുള്ള മാവിനെ ഉപയോഗിക്കണം. പിന്നെ വലിയ അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനൊരു വേദി ഉണ്ടാവും, നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ദിവസം സത്സംഗമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. എങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. കാരണം വലിയൊരു കാര്യത്തെ വളരെ ചുരുക്കത്തിൽ നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ നമുക്കതറിയാം. ശരി, എത്രയോ വലിയൊരു എന്താണ് ഇതിഹാസം അല്ലെങ്കിൽ ഒരു ചരിത്രം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് വളരെ ചെറിയ ഒരു ബിന്ദുവിലേക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് നമ്മുടെ സനാതന ധർമ്മം. നമ്മുടെ പൂർവികർ, പിതാമഹന്മാർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ഈ സനാതന ധർമ്മത്തില് ഓരോരോ കാര്യങ്ങളും ഓരോരോ ബിന്ദു ആയിരിക്കാം. പക്ഷെ ആ ബിന്ദുവിനെ ഉള്ളിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് വലിയ അർത്ഥങ്ങളുണ്ട്.